ഇന്ന് നമ്മളിവിടെ നല്ലൊരു ചീരക്കറിയാട്ടോ വയ്ക്കുക. നമ്മൾ ചുമന്ന ചീര കഴുകി വൃത്തിയാക്കി മുറിച്ച് റെഡിയാക്കി ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി ചെറുതായിട്ടൊന്ന് ഇനി അരിഞ്ഞെടുക്കണം. ഇതാ നമ്മുടെ ചീര ഇവിടെ ചെറുതായി കുരുകുരുന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചീരയ്ക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും കുറച്ച് കുരുമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങ കൂട്ടിയിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമ്മളിതാ കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴേക്ക് നമ്മളിതാ സവോള ഇട്ട് കൊടുക്കുവാണ്. ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ സവോള ഇവിടെ വഴന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുവാണ്, കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഇതിനുള്ളിലേക്ക് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കുരുമുളകും കൂടി അരച്ചത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണേ. ഇതിനുള്ളിലേക്ക് നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ ചീര ചട്ടിയിൽ കറക്റ്റ് എല്ലാം ആക്കി മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം 2 മിനിറ്റ്. ഇതാ നമ്മുടെ ചീര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നാളെ കാണാം. ബൈ.